ഗൈസ്, നമ്മൾ ഇന്ത്യാന കടന്നിരിക്കുകയാണ്. വെൽക്കം ടു കിടിലൻ ട്രാവലർ. രാവിലെ 4:30 ആയിട്ടുണ്ടോ, അപ്പോഴത്തേക്കും നേരം തുടങ്ങി. നമ്മൾ ഇന്ത്യാനയിലേക്ക് കയറിയിട്ടുള്ളൂ. എന്താ ഒരു അത്ഭുതം അല്ലേ. കിഴക്ക് വെള്ള കീറി തുടങ്ങി എന്ന് പറയാം. 4:33 ആയിട്ടുള്ളൂ സമയം. ഇവിടെ നമ്മുടെ കാലിഫോർണിയ വിട്ട് പോരുമ്പോൾ മിക്ക സ്ഥലത്തും ഇവിടെ ടോളുകളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. പാലിയേക്കര ടോള് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ പോകാൻ തോന്നണം. അവിടെ കാർഡിൽ ഫീസ് അടച്ചിട്ട് പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ടോൾ റോഡുകളാണ് കംപ്ലീറ്റ്. നമുക്ക് കാലിഫോർണിയയിലൊക്കെ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ വരാറില്ല. കാലിഫോർണിയയിൽ ഭയങ്കര ടാക്സ് ആണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഫീസ് ഇല്ല. ഇവിടെയൊക്കെ ടാക്സ് കുറവായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി. നമുക്കവിടെ പൈസ അടയ്ക്കേണ്ടി വന്നില്ല. അവിടെ നിന്നൊരു ടിക്കറ്റ്, നമ്മൾ ഈ പാർക്കിംഗ് ലോട്ടിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന പോലെ ഒരു ടിക്കറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിന് നമ്മൾ പിന്നീടായിരിക്കും അടയ്ക്കേണ്ടത്. അപ്പോൾ റോഷനി ഉറങ്ങുവാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നോക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലത്ത് ടോള്, നമുക്ക് പല സ്ഥലത്തും ഇത് നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത ഒരു ഇമെയിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ക്യാഷായിട്ടും കാർഡായിട്ടൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ എന്താണല്ലോ അത് വരും. അത് എന്തായാലും ഈ കാലിഫോർണിയയിൽ ആ ഒരു കാര്യത്തിൽ വലിയ സമാധാനമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ, നമ്മൾ അവിടുന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഫ്രീ വേകളിൽ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ വിജനമായ ഏരിയ ആണല്ലോ. അപ്പോൾ വൺ സൈഡ് 2 ലൈനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എത്ര സ്പീഡ് കൂടിയ വണ്ടിയാണെങ്കിലും ആ ഫസ്റ്റ് ട്രാക്കിൽ കൂടെ പോവില്ല. അവരുടെ ഫ്രണ്ടിൽ വേറെ വണ്ടികളൊന്നും ഇല്ല എങ്കിൽ, അതുപോലെ തന്നെ ബാക്കിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പം തന്നെ, ബാക്കിൽ വണ്ടി വേണമെന്നില്ല, ഒരു മീഡിയം സ്പീഡിലാണ് അവർ പോകുന്നതെങ്കിൽ അവർ ഈ റൈറ്റ് ട്രാക്ക് കീപ്പ് ചെയ്തേ പോകുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റിൽ കടന്നു പോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകണുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ സ്പീഡിൽ പോകുന്നുണ്ട്, അവരങ്ങോട്ട് പോകും. മറ്റല്ലാതെ നമ്മളിങ്ങനെ കുറേ വണ്ടികൾ പോകുന്ന ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും കണ്ടോ. ഇപ്പോൾ ആ വണ്ടിയും വേറൊരു വണ്ടിയും ബാക്കിലില്ലാതെ തന്നെ റൈറ്റ് ട്രാക്കിലേക്ക് മാറി കണ്ടോ. ഇപ്പോൾ നമ്മളെക്കാൾ സ്പീഡിൽ കൂടി പോകുന്നൊരു വണ്ടി തീർച്ചയായിട്ടും ആ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ തന്നെയല്ലേ പോവുള്ളൂ. പക്ഷെ അയാൾ റൈറ്റ് ട്രാക്കിലേക്ക് മാറി. ഇപ്പം എൻ്റെ ബാക്കിലൊരു ലോറി ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ലോറി കണ്ടിട്ടാണോ അയാൾ മാറിയേക്കണമെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് മാറി. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കാണുന്ന തുടങ്ങിയിട്ടൊരു കൊളറാഡോ മുതലാട്ടോ ഇങ്ങോട്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കാലിഫോർണിയയിലൊക്കെ ആണെങ്കിലും നല്ല ഡ്രൈവിംഗ് കൾച്ചറൊക്കെയാണ്. പക്ഷെ എന്നാലും അവിടുത്തെ ഒരുപാട് വണ്ടികളുടെ ആധിക്യം കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് പേര് ചില സമയത്ത് ഇങ്ങനെ സ്ലോ ആയിട്ടൊക്കെ പല ട്രാക്കിലും പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ വഴി ഒഴിച്ചിടുന്ന ഒരു പരിപാടി നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ഒരു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 1000-1500 മൈല് നമുക്ക് ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ മിനിമം ഒരു 1000 മൈൽ ഇങ്ങനത്തെ റോഡിലൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലാസ്റ്റ്. അപ്പം അവിടെയൊക്കെ ഒരു സ്ഥലത്ത് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾക്ക് ദൂരേക്ക് നോക്കി കാണാം, ലെഫ്റ്റ് ട്രാക്ക് ഫ്രീ ആണ്. ഫ്രണ്ടിൽ 2 ലോറി പോകുന്നുണ്ട്, അതിൻ്റെ ബാക്കിലൊരു കാറുണ്ട്. ഇപ്പോഴാണ് ആ കാറൊന്ന് ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറുന്നത്. മറ്റേ റൈറ്റ് ട്രാക്കിലായിരുന്നു പുള്ളി പോണത്. എത്ര പ്രാവശ്യം നമ്മൾ ഈ പറയുമ്പോൾ തന്നെ അയാൾ വണ്ടി ഇത് മറ്റേ ലൈൻ ചേഞ്ച് ആക്കി നോക്കും. ബാക്കിൽ വരുന്ന ലോറി എൻ്റെ ബാക്കിലേക്ക് പിടിച്ചു. കാരണം അയാളും സ്പീഡ് അധികം, എല്ലാവരും നല്ല സ്പീഡിലാണ് പോണത്. പക്ഷേ റോഡിൽ എന്താ പറയുന്നത്, കംഫർട്ടബിളായിട്ട് ആ ഒരു നിയമം പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇന്ത്യാന നമുക്ക് കുറച്ചുകൂടിയും ഒരു ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് കാണുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ. വീണ്ടും നമ്മൾ അടുത്ത ടോളിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ. അവിടെ ഈസി പാസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ഇതിലാണ് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പോലെ അവിടെ ഈ പാർക്കിംഗ് ഏരിയയിൽ കിട്ടുന്ന പോലെ ഒരു റെസിപ്റ്റ് അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. ജസ്റ്റ് പ്ലേ ബട്ടൺ നമുക്ക് ആ ഒരു കാർഡ് കിട്ടും. ഇത് ആ ടോൾ പ്ലാസയിൽ നമുക്ക്
ഈ കാർഡ് കിട്ടി. ഇതാണ് കേട്ടോ കാർഡ്. പിന്നെ രണ്ടാമത്തെ ടോൾ പ്ലാസ ആയി കഴിഞ്ഞപ്പോൾ ഈ കാർഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ $4.5 കാണിച്ചു. അപ്പോൾ ക്യാഷായിട്ടും അതുപോലെ ഡെബിറ്റ് കാർഡ് വഴിയും പേ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓപ്പണായി. നമ്മൾ രാവിലെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട വണ്ടി ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു. കുട്ടികൾ കിടക്കുന്നുണ്ടോ? പക്ഷേ ഇവിടെ നമ്മളിവിടെ ഇപ്പോൾ ഈ സാധനങ്ങൾ ജസ്റ്റ് എടുത്ത് ഇങ്ങോട്ടൊന്ന് വെച്ചു. ഇതിൻ്റെ അടിയിൽ ഇവിടെ ഇരുന്നാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യാനയിലെ ഒരു ഉൾറോഡിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുഴയുടെ മുകളിലാണ്. ഗ്യാസ് അടിക്കാനായിട്ട് നമ്മൾ ഒരു എക്സിറ്റ് എടുത്തതായിരുന്നു. പിന്നെ കാണിക്കുമ്പോൾ ഒരു ഷോർട്ട് റോഡാണ് കാണിക്കുന്നത്. കുറച്ച് ഒരു 2 മൈല്. അപ്പോൾ ഇത് കണ്ടില്ലേ, വീടുകളൊക്കെ കണ്ട ഇന്ത്യാന വീടുകൾ. ഫുള്ള് പച്ചപ്പാണ്. എന്താ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ, ഒരു മതിലൊക്കെ കെട്ടിയിട്ട് ഉള്ള റോഡ് സൈഡിലുള്ള വീടുകൾ പോലെ നല്ല ഭംഗിയുണ്ട്. അടുത്ത ടോളൊന്നും കേട്ടോ, ടോളിലും ഒന്നും ആളില്ല. എന്തെങ്കിലും സംശയം ഉണ്ടല്ലോ. ഇപ്പോൾ അവിടെ ഒരാളൊന്നും സംസാരിക്കുന്നുണ്ട്. അവിടെ സ്പീക്കറിൽ സംസാരിക്കും, ആളിരിക്കുന്നത് വേറെ എവിടെയാണ്. അപ്പോൾ പേയ്മെൻറ്റ് അടച്ചിട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പുതിയൊരു വഴിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മിക്കവാറും ടിക്കറ്റായിരിക്കും. ഇന്ത്യാനയുടെ ഫ്രീവേയിലേക്ക് വീണ്ടും കയറി കേട്ടോ. കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തന്നെ നെബ്രാസ്ക മുതലുള്ള കാഴ്ചകൾ സെയിമാണ്. വീണ്ടും നമ്മുടെ പാലിയേക്കര വന്നു കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ അടയ്ക്കണം. എന്നാൽ ഇത്രയും യാത്ര ചെയ്തതിൻ്റെ പൈസ അടയ്ക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പോയെടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ടിക്കറ്റാണ് കിട്ടിയത്. ഇതവിടെ സ്കാൻ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ആണെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഈ പാർക്കിങ്ങിലൊക്കെ കയറിയിട്ട് ഇറങ്ങുമ്പോൾ പേ ചെയ്യുന്ന പോലെയുണ്ട് ഈ ഒരു പരിപാടി. ഇന്ത്യാന സ്റ്റേറ്റിലൂടെയല്ല നമ്മൾ പോകുന്നത്. ഇന്ത്യാന ടോൾ റോഡ് കമ്പനിയാണ് കേട്ടോ അത്. .org ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ടാക്സ് കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ ടോള പരിപാടികളൊക്കെ ഭയങ്കര കൂടുതലാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഒഹായോ എത്തി കേട്ടോ. ഒഹായോ 10 നമ്മൾ വായിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ 9ാമത്തെ സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 10 പെൻസിൽവാനിയ, 11 ന്യൂയോർക്കിൽ നമ്മൾ നേരെ നാഗരയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒഹായോ സ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ റോഡിൻ്റെ ടോള് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പേ ചെയ്തിട്ട് പോകണം. ഇവിടെ നമ്മൾ $3.25 കാർഡ് വെച്ച് പേ ചെയ്തു കേട്ടോ. മറ്റുള്ളിടത്തെ പോലെ എന്താ പറയുന്നത് പാർക്കിംഗ് രീതിയിലുള്ള സിസ്റ്റം ഒന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒഹായോ സ്റ്റേറ്റിൽ കയറി വീണ്ടും എല്ലായിടത്തും നമ്മൾ പറഞ്ഞു കൊളറാഡോ മുതൽ ഇങ്ങോട്ട് പോരുമ്പോൾ കൊളറാഡോ, നെബ്രാസ്ക, അയോവ, ഇല്ലിനോയ്, പിന്നെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യാന, ഇപ്പോൾ ഒഹായോ, ഇതെല്ലാ സ്റ്റേറ്റുകളും ഇതേ കാഴ്ചകളാണ് കേട്ടോ. അതിൽ നെബ്രാസ്ക മാത്രം കുറച്ചുകൂടി പാടം പോലത്തെ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഏരിയ ആയിരുന്നു. അതിന് ശേഷമുള്ള സ്റ്റേറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെബ്രാസ്ക കംപ്ലീറ്റ്ലി ഒരു പാടം സ്റ്റൈലായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലായിടത്തും കൃഷി കേട്ടോ. ഇത്രയും കൃഷി ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. തന്നെ ഇത്രയും കൃഷി ചെയ്യാനുള്ള ഏരിയ ഉള്ളപ്പോൾ പിന്നെ ഒരു പ്രത്യേകത, ഈ ഒരു റോഡിൻ്റെ പേര് 80-നും 90-നും ഉണ്ട് കേട്ടോ. ഫ്രീവേ 80-90 എന്നുണ്ട്. നമ്മൾ കുറേ 2 ദിവസമായി ഈ ഫ്രീവേ 80-ൽ വരാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ വീണ്ടും കുറച്ച് മുമ്പ് ഇന്ത്യാനയിൽ മുതൽ ഈ ഫ്രീവേയുടെ പേര് 80 പിന്നെ അതുപോലെ തന്നെ 90 2 പേരും ചേർത്തിട്ടാണ് ഇടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. 2 സ്റ്റേറ്റുകൾ കൂടിയിട്ടുള്ള റോഡായതുകൊണ്ട് 2 സ്റ്റേറ്റുകൾ 2 പേര് യൂസ് ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെ കണ്ണെത്താ ദൂരത്തുള്ള കാഴ്ചകളാണ്. അതാണ് നമ്മൾ അധികം വേറെ ഒന്നും നമ്മൾക്ക് ഇപ്പം ഇതിൽ കാണിക്കാനില്ല. പിന്നെ നമ്മുടെ കാറ് വീട്ടിലെ വിശേഷം റോഷിനി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു.
കുട്ടികൾ ഇതാ കിടക്കുന്നു. കുട്ടികൾ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ, രണ്ടുപേരും. പാപ്പച്ചി ഉമ്മച്ചി ഒന്ന് ബാക്കിലേക്ക് പോയി. അപ്പം വണ്ടിയുടെ സൗകര്യങ്ങൾ നമുക്ക് വളരെ അടിപൊളിയാണ്. അത്യാവശ്യം ഉറങ്ങാനും എല്ലാത്തിനുണ്ട്. ഇന്നലെ മാത്രം നമ്മൾ അതായത് ഈ കഴിഞ്ഞ രാത്രി മാത്രം നമ്മൾ അധികം റെസ്റ്റ് കാര്യമായിട്ട് ഉറങ്ങില്ല എന്ന് പറയാം. കാരണം നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് എത്താനായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ റെസ്റ്റ് എടുത്തു ഡ്രൈവ് ചെയ്യാനായിട്ട്. അവർ വണ്ടിയിലും കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് വേറെ റൂമൊന്നും എടുത്തില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സമയം 12:30 അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെൽക്കം നമുക്ക് പറയാൻ പറ്റില്ല. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിടിലൻ ട്രാവലർ. ഒഹായോയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് അടുത്തതായിട്ട് പെൻസിൽവാനിയ സ്റ്റേറ്റ് ആണ്. ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇഞ്ഞ ആകാശമുള്ള അയ്യോവയിലേക്ക് സ്വാഗതം. ഹലോ, യെസ്, അടിപൊളി കേട്ടോ. ഐശ്വര്യയിൽ പിസ്താഷ്യോ ഉണ്ട്. അതുപോലെ എന്ത് രസമുള്ള ഒരു ഇതാണെങ്കിൽ പടം വരച്ച് വെച്ച പോലെയുള്ള ആകാശം അല്ലേ, എന്താ ഭംഗി, അടിപൊളി. എല്ലാവരും ഇറങ്ങി ഒരു ബ്രേക്കിന്, ചായ കുടിക്കാൻ, പത്രം വിൽപ്പാൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നു. ഇതാ ഒഹായോയിൽ കയറിയ ഫസ്റ്റ് ആ ഒരു ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സർവീസ് പ്ലാസ എന്നാണ് കേട്ടോ. ചില സർവീസ് പ്ലാസകൾ അത്ര പോരാ, ഇത് അടിപൊളിയാണ്. ഞങ്ങൾ കയറിയായിരുന്നു. ഇവിടെ ഒരു 7-Eleven, ബർഗർ കിങ്, സബാറോ, പിന്നെ സ്റ്റാർബക്സും ഉണ്ട് അവിടെ. അടിപൊളിയാണ് ഇവിടുത്തെ ക്ലീനിങ്ങും എല്ലാം. അല്ലേ, സൂപ്പറാണ്. എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്നതാണോ സംശയമുണ്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു ബെസ്റ്റാണ്. റെസ്റ്റ് റൂം ആ ഏരിയയിലാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് ലേഡീസിൻ്റെ ഒരുപാട് ബാത്റൂംസ് ഉണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീന്. സ്റ്റാർബക്സ്, അവിടെ ഒരു ഇറ്റാലിയൻ പിസ്സ, തൊട്ടപ്പുറം ബർഗർ കിങ്, അങ്ങനെ ATM, പിന്നെ അങ്ങോട്ടേക്ക് 7-Eleven. നമ്മുടെ വണ്ടി രാത്രി കഴുകിയിടും. മറ്റെന്നാന്ന് വെച്ചാൽ ഫ്രണ്ടിലൊക്കെ മൊത്തം ഇങ്ങനെ ഒരു വെള്ളം, നമ്മൾ കൃഷിഭൂമി സ്ഥലത്തോടെ അതുപോലെയുള്ള സ്ഥലത്തൂടെയാണല്ലോ വന്നത്. അപ്പം കംപ്ലീറ്റ് ചെളിയ പോലെ ഒരു സാധനം ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് വേറൊരു രൂപമായിരുന്നു. അത് മാറ്റി പിന്നെ നമ്മുടെ ഇവിടെ കുറേ അഴുക്കൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒന്നോടെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കഴിയത്, അതുകൊണ്ട് പോകാത്തതാണെന്ന് അറിയില്ല. യേസ്, എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലാന്ന് പറ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒഹായോ സ്റ്റേറ്റിലാണ്. ഒഹായോ. കഴിഞ്ഞിട്ട് 2 സ്റ്റേറ്റ് കഴിയുമ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ആണോ? അങ്ങനെ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. അതെന്താന്ന് ഇപ്പൊ പറയില്ല, കാണുമ്പോ കാണാം. ഓക്കെ, ഉറങ്ങിയായിരുന്നോ? നന്നായിട്ട് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയില്ല. മോനെ എങ്ങനെയുണ്ട്? അടിപൊളി. ഐഷ എങ്ങനെയുണ്ട്? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? ഇന്ന് ചൊവ്വ. അപ്പൊ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 5 ദിവസമായി നമ്മൾ വന്നിട്ടല്ലേ? 5 days ആയി. വെള്ളി കൂട്ടി കഴിഞ്ഞാല് വെള്ളിയാഴ്ച രാത്രിയാണ്. 5 ദിവസമായി. 5 ദിവസമായിട്ടും നമ്മൾ ഒഹായോയില് എത്തിയിട്ടുള്ളൂ. എന്താ 5 ദിവസമായിട്ട് അതേ എനർജി ഒട്ടും വിടാതെ നമ്മള് ചില സമയത്തൊക്കെ വണ്ടിയിലിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചില സമയത്ത് എടുക്കുമ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇത്തിരി എനർജി കുറവാണെന്നൊക്കെ തോന്നും. അതൊന്നുമല്ല, ഓരോ ദിവസവും അബിച്ചയുടെയും ഉമ്മച്ചിയുടെയൊക്കെ എനർജി കൂടി വരികയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് എന്താ പറയുക, അത്രയ്ക്കും സന്തോഷമായി. ഐഷിക്ക് മാത്രം സന്തോഷം ഇച്ചിരി കുറവുണ്ടോ? Because I don't. Sometimes when I ask for something, you don't give me. When I ask for candy. ചില സമയത്ത് ഞാൻ ചോദിക്കുന്നത് അവൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി റോഷനെയാണ് ഓടിക്കാൻ വേണം. ഇത്ര നേരം ഞാൻ ഓടിക്കുമായിരുന്നു. ഇന്നലെ രാത്രി കുറേ കൂടുതൽ ഞാൻ ഓടിച്ചായിരുന്നു. ഇവരൊക്കെ ഉറങ്ങും, എനിക്കങ്ങനെ ഉറക്കം വന്നില്ല. പിന്നെ ഞാൻ ഉറക്കം വന്നപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അതായത് നമുക്ക് ഒഹായോ ഒന്ന് നമുക്കിനി പെൻസിൽവാനിയയിലേക്കുള്ള യാത്രയിലാണ്. ഒഹായോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താ പറയുക, വീട്ടിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നല്ലേ? പക്ഷെ വീട്ടിലല്ല, ചെറിയൊരു പിസയും കഴിച്ചിട്ട് കഴിച്ചതാ. നല്ല വിശാലമായിട്ട് കേട്ടോ, നമ്മുടെ കാറിൻ്റെ അകത്താണ്ട് കിടക്കുന്നത്. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റുന്നില്ലേ?
മോന് ഐഷ വല്യാപ്പിച്ച് താഴെ ബാക്കിലിരിക്കുന്നു. ഉമ്മച്ചി ഫ്രണ്ടിൽ, റോഷി ഫ്രണ്ടിൽ ഓടിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കോമ്പിനേഷൻ. ഞാൻ ഇന്നലെ അധികം നേരം ഉറങ്ങിയില്ലല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 2 മണിക്കൂർ ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോഴാണ് ഇവിടെ കിടക്കുന്നത്. ഇന്നലെ കുട്ടികളാണ് ഇവിടെ കിടന്നത് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിളായിരുന്നു പറഞ്ഞു. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. 6 പേർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹോൾ പിസ്സ മേടിച്ചിട്ട് 2 പേരും കൂടി ഒന്ന് വഴക്ക് കൂടി ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഒരാൾ കഴിച്ച് കഴിഞ്ഞാലാണ് മറ്റേ അടുത്ത് എടുക്കാവുള്ളൂ. അതാണ് നിയമം. ആരാ നിയമം പാസ്സാക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. എന്തായാലും മഴ അടിപൊളിയാണ്. റോഡിലൊന്നും കാണാൻ പറ്റുന്നില്ല. പതുക്കെ സൈഡാക്കി നിർത്തി. വളരെ ശക്തമായ മഴ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു കേട്ടോ. റോഷനിയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഓടിച്ചു. അതായത് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ അത്ര മഴയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഹായോ എത്താൻ ഇനിയും ഏകദേശം ഒരു 100 മൈലോളം ഉണ്ട്. ഒഹായോ എത്തിയതിന് ശേഷം ഒഹായോയിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം. മാപ്പ് നോക്കുമ്പോൾ കാണാം. അധികം നേരം ഒഹായോയിൽ കൂടെ പെൻസിൽവാനിയ കൂടെ പോകേണ്ട കാര്യമില്ല. പെൻസിൽവാനിയ ചെറിയൊരു ഏരിയ ആണ്. പക്ഷേ ഒഹായോ ഒരുപാട് നേരമായി നമ്മൾ യാത്ര ചെയ്യണു. ഇനിയും കുറേ അധികം ദൂരം കൂടി പോകാനുണ്ട്. എന്നാലാണ് പെൻസിൽവാനിയ എത്തുള്ളൂ. പെൻസിൽവാനിയ എത്തിയതിന് ശേഷം നമ്മൾ നേരെ ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് കടക്കും. ഇപ്പോഴത്തെ ETA പ്രകാരം നമ്മൾ 7:40 നയാഗ്ര ഫാൾസിലെത്തും. ഇപ്പോൾ നമ്മൾ ഒഹായോയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒഹായോ സിറ്റിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒഹായോ സിറ്റി എന്നത് ഇവിടെ ഒരു മറ്റേ പൊക്കണ ടൈപ്പ് പാലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആടായിരിക്കും. യെസ്, ഫൈനലി നമ്മൾ ഒഹായോയിൽ തന്നെയാണ്. ഫ്രീവേ 90യുടെ സൈഡിലുള്ളൊരു റെസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഫ്രീവേ 80 2-3 ദിവസമായിട്ട് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഫ്രീവേ 80 അവസാനം ഫ്രീവേ 80-90 ആയി. പിന്നെ ഇപ്പോൾ അത് ഫ്രീവേ 90 മാത്രമായിട്ട് ചുരുങ്ങി. ഇനി നമുക്ക് 250 മൈൽ കൂടിയാണ് നയാഗ്രയിലേക്കുള്ളത്. എന്തായാലും ഇന്നത്തോടുകൂടി നമ്മൾ നയാഗ്രയിലെത്തും. ഇപ്പോൾ സമയം ഏകദേശം 4:50 നമ്മളിനി ഒരു ഇപ്പോഴത്തെ സമയപ്രകാരം ഒരു 7:30-8 മണിയോട് കൂടിയാണ് അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ഏരിയയിൽ കയറി റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. കുറേ നേരമായി വണ്ടി ഓടിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മിക്കവാറും ഇനിയിപ്പോൾ നയാഗ്രയിൽ നിർത്താനാണ് പ്ലാന്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെൻസിൽവാനിയ ഒന്ന് ക്രോസ് ചെയ്ത് പോകും.
ചെറിയൊരു ഏരിയ കൂടെ മാത്രമാണ് നമ്മൾ പെൻസിൽവാനിയ ക്രോസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ അമേരിക്കയുടെ തിക്ക് ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒഹായോ സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷേ ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഗാംഭീര്യം നമുക്ക് മനസ്സിലാവും. ഫൈനലി നമ്മൾ പെൻസിൽവാനിയ സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. യെസ്, നമ്മുടെ ഇനി അടുത്തൊരു വലിയ സിറ്റി ബഫലോയാണ്. ഈ ബഫലോ എന്ന് പറയുന്ന ന്യൂയോർക്കിലുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ നയാഗ്രയിലേക്ക് വരുന്നവരെല്ലാവരും ഫ്ലൈറ്റിനൊക്കെ വരുമ്പോൾ ഇറങ്ങുന്ന സിറ്റിയാണ് ബഫലോ. ഇനി അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് 106 മൈലുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. നമ്മളിപ്പോൾ 4 ദിവസം വണ്ടി ഓടിച്ചിട്ട് ഉള്ളൊരു കാര്യം പറയാം. അപ്പോൾ നമ്മുടെ കാലിഫോർണിയയിലെ പോലെയല്ല, നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിരുന്നു. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് റോട്ടിലൊരു കാര്യമാണ് പറയുന്നത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഒരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കില്ല. പക്ഷേ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം തോന്നും. നമ്മൾ ഈ ട്രാക്കിലൂടെ ഇങ്ങനെ പോയി കുറേ എത്തിക്കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ സ്പീഡ് ഓൾമോസ്റ്റ് മാച്ചിങ് നമ്മുടെ മറ്റേ വണ്ടിയുടെ ഇതാണെങ്കിൽ റൈറ്റ് സൈഡിലെ ലൈനിലെ വണ്ടിയുടെ ഓൾമോസ്റ്റ് മാച്ചിങ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറി പിന്നെ ഇങ്ങനെ പോകണം കേട്ടോ. പിന്നെ വീണ്ടും നമ്മുടെ സ്പീഡായി കഴിയുമ്പോഴേ ലെഫ്റ്റ് ലൈനിലേക്ക് ഓവർടേക്ക് ചെയ്യാനും പിന്നെ സ്പീഡ് കൂടി കയറി പോകാനൊക്കെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അതുവരെ ഇനിയിപ്പോൾ നമ്മൾ ആ വാനിൻ്റെ അവിടെ എത്തുന്നവരെ നമ്മൾ ഇങ്ങനെ ഈ ലൈനിൽ തന്നെ പോകണം. ഇതാണ് നമ്മൾ ഈ റോഡിൽ കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ അപൂർവം ചില ആളുകൾ മാത്രമാണ് അത് തെറ്റിച്ച് ഇച്ചിരി സ്പീഡ് കുറഞ്ഞാണെങ്കിലും ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പോകുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പോകാൻ നമ്മൾ ഇത്തിരി സ്പീഡിലാണ്. പക്ഷേ ആ വാനിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നമ്മൾ ഈ ട്രാക്കിലേ നിൽക്കുകയുള്ളൂ. നമ്മൾ സാധാരണ പണ്ടത്തെ രീതിയിലൊക്കെയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകുന്നുണ്ട് മറ്റേ ലെഫ്റ്റ് ട്രാക്കിൽ നിന്ന് ഇറങ്ങാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ഡെൻവർ മുതലാണ് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മൾ ഈ പോകുന്ന ഈ പറഞ്ഞു വരുന്നത് ഈ റൈറ്റ് സൈഡിൽ പോകുന്നവർ സ്പീഡിൽ പോകുന്നവർ തന്നെയാണ്. പക്ഷേ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഓവർടേക്ക് ചെയ്തതിന് ശേഷം ആ സ്പീഡിൽ റൈറ്റ് ട്രാക്കിൽ കൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലെഫ്റ്റ് ട്രാക്ക് എടുത്ത് കയറും. പക്ഷെ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, കാണണ്ടോയെന്നറിയില്ല, വണ്ടികളില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി ഈ വണ്ടി എൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ എൻ്റെ സ്പീഡ് മറ്റേ വണ്ടീനോട് ഒപ്പം എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മെർജാവും, എന്നിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ഇത് സ്പീഡ് കൂടണം തോന്നുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറുള്ളൂ കേട്ടോ. അത് ഇപ്പോൾ അതിൻ്റെ ഒപ്പം എത്തി. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇപ്പോൾ നമ്മളായിട്ട് ചെയ്യുന്നതല്ല, ഇത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളുടെ കാണാൻ പറ്റും. കുറേ വണ്ടികൾ ലൈനായിട്ട് റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോകുന്ന കാണാൻ പറ്റും. അവരൊക്കെ വളരെ പതുക്കെ പോകുന്നവരൊന്നുമല്ല. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പതുക്കെയാണെന്ന് തോന്നും. നമ്മൾ തന്നെ പോകുന്നത് ഇപ്പോൾ എത്രയാ 80 മൈലിന് മേളിലാണ്. അപ്പോൾ ഒരു 130 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും സ്പീഡിൽ പോകുമ്പോഴും നമ്മൾ ഈ ഒരു രീതിയിലാണ് ആളുകൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ 2 ട്രാക്കും ബിസിയായി. അപ്പോൾ എൻ്റെ ബാക്കിലൊരു വണ്ടിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയുടെ ബാക്കിൽ കിടന്ന് തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങോട്ട് മാറിയപ്പോൾ അയാളും എൻ്റെ ബാക്കിലേക്ക് മാറി. നമ്മളിനിപ്പോൾ അവിടെ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ അതെ, അയാൾ കയറി, എൻ്റെ ബാക്കിലുള്ള ആൾ വീണ്ടും ലെഫ്റ്റിലേക്ക് കയറി. നമ്മളിത്തിരി സ്ലോ വന്നുകൊണ്ടാണോന്ന് അറിയില്ല. എന്താണെങ്കിലും എത്ര സ്പീഡിൽ പോയാലും റൈറ്റ് സൈഡിലേക്ക് ഗ്യാപ്പ് വരുമ്പോൾ ആളുകൾ റൈറ്റിലേക്ക് ഒതുക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു 2-2.5 ദിവസമായിട്ടുള്ള ഇതുപോലത്തെ റോഡാണ് നെബ്രസ്ക കൊളറാഡോയുടെ ഡെൻവർ മുതൽ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ വണ്ടീനേക്കാളും നല്ല സ്പീഡിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ലെഫ്റ്റിലേക്ക് കയറി. കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി റൈറ്റിലേക്ക് മാറിയത് കണ്ടോ. ഇത്ര നേരം ഈ ട്രാക്കിൽ നിന്നയാളാണ്. ചിലപ്പോൾ ഈ പോകുന്ന വണ്ടി റൈറ്റിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഭയങ്കര ഒരു അടിപൊളി പ്രാക്ടീസാണ്. ആർക്കും അപ്പോൾ ഈ ബാക്കിൽ കിടന്നുള്ളൊരു ഒരു ഇറിറ്റേഷൻ വരില്ല. തന്നെയല്ല, നമ്മളിങ്ങനെ മാറിക്കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബാക്കിലുള്ള വണ്ടികളും സൈഡിലേക്ക് ഒതുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഇത് നല്ലൊരു റോഡ് കൾച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ഞാൻ ഈ വണ്ടിയിലേക്ക് ഏകദേശം മുട്ടാറായി. അപ്പോൾ ഞാൻ വീണ്ടും ലെഫ്റ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓടിച്ച് പോകാം. നമ്മൾ നിർത്താതെ ഡ്രൈവ് ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു ബേസിസിൽ പറയുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ റോഡിൽ കാണുന്ന ആളുകൾ നല്ലൊരു കൾച്ചർ കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നി. റോഡിൽ നമുക്ക് ഒരിക്കലും ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ടോ, ഈ കാറുകളൊക്കെ ഇച്ചിരി സ്പീഡിൽ പോകുന്നവരാണ്, പക്ഷെ അവർ ആ റൈറ്റിലേക്ക് ഒതുക്കി നിൽക്കുന്നു ഇപ്പോൾ. പക്ഷേ ഇനിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ ലെഫ്റ്റിലേക്ക് കയറിയിട്ട് വീണ്ടും ആ ലെഫ്റ്റിൽ തന്നെ നിൽക്കില്ല. അവർ എത്ര സ്പീഡിൽ പോകേണ്ടവരാണെങ്കിലും ആ ലെഫ്റ്റിൽ തന്നെ നിൽക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം വരും ഈ റോട്ടിൽ. ആ സംഭവം ഇവിടെ വരുന്നേ ഇല്ല. അതാണ് ഒരു പ്രത്യേകത. എന്നാൽ എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത്. മിക്കവാറും ആ കാറുകാരൻ റൈറ്റിലേക്ക് മാറ്റി വിട്ടോ. കണ്ടോട്ടോ, കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈറ്റിലേക്ക് മാറിയില്ലേ. ഇപ്പം എൻ്റെ സ്പീഡ് ഇച്ചിരി കൂടുതൽ. എനിക്കിപ്പോൾ അധികം ആ കാറിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറപ്പിച്ച് പോകണ പോലെ ഇത് തോന്നും. അപ്പോൾ ഞാനും ആ വണ്ടിയുടെ ബാക്കിലേക്കായി ഇങ്ങനെ പോവാണ്. അപ്പോൾ ആ വണ്ടിയുടെ ഇച്ചിരിയുടെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ലെഫ്റ്റിലേക്ക് മാറുവാണ്. അപ്പോൾ ഇങ്ങനെയൊരു കൾച്ചർ വളരെ അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ട്രാക്കിൽ സ്പീഡ് കുറച്ച് പോകുന്നവർ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി ബാക്കിലേക്കുള്ള വണ്ടികൾ മാറിപ്പോകുന്നു, അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ അവർ മാറുവാണ്. അത് ഒരിക്കലും ഞാൻ വേറൊരു റോട്ടിലും കണ്ടിട്ടില്ല. ആ വളരെയധികം നമ്മൾ ബാക്കിൽ നിന്ന് സ്പീഡ് കൂട്ടി അവരെ മാറ്റുന്നതിലും നല്ലതാണ് നമ്മൾ ബാക്കിലുള്ള വണ്ടികൾ പതുക്കെ റൈറ്റ് ട്രാക്കിലേക്ക് മാറുമ്പോൾ ഈ മെയിൻ ലെഫ്റ്റ് ട്രാക്ക് വേക്കൻ്റ് ആവുകയാണ്. ആ വേക്കൻ്റ് ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു തോട്ട് വരും. ആ തോട്ടിൽ വീണ്ടും കണ്ടോ, അപ്പോൾ ആ ലോറിയൊക്കെ മാറുന്നുണ്ടോ. അതായത് ചെറിയൊരു ഇത് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് മാറിയതിന് ശേഷം ലെഫ്റ്റ് ട്രാക്ക് കാലിയാക്കി ഇടുക എന്നുള്ളതാണ് ഈ 2 വരിയുള്ള ഈ ഒരു ലൈനിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു റോഡിൽ അങ്ങനെയാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. അതാ നിൽക്കുന്ന 2 കാറുകളും ഇപ്പോൾ ആ ലോറിയുടെ ഫ്രണ്ടിൽ കയറി കഴിയുമ്പോൾ റൈറ്റിലേക്ക് മാറും. കണ്ടോ, ആ ലോറിയുടെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞപ്പോൾ അവർ 2 പേരും ആ റൈറ്റ് ട്രാക്കിലേക്ക് മാറി. കണ്ടില്ലേ, നമ്മളും ഇപ്പം അങ്ങോട്ടേക്ക് മാറുവാണ്. ഭയങ്കര ഒരു അടിപൊളി റോഡ് കൾച്ചറാണ് അല്ലേ ഇത്. ഈ ഒരു 100 മൈലിലൊന്നും അല്ല കേട്ടോ. ലാസ്റ്റ് 2-3 ദിവസമായിട്ട് ഞാൻ ഈ ഒരു 2 ലൈൻ മാത്രമുള്ള ഈ ഒരു റോഡിൽ കാണുന്നതാണ്. ഇതൊരുപാട് US-ൻ്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെയുള്ള പല ഫ്രീ വേകളിൽ ഒരു ഫ്രീ വേ ആണിത്. ഫ്രീ വേ 90-ൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റമൊന്നും ഞാൻ കാലിഫോർണിയയിൽ കണ്ടിട്ടില്ല കേട്ടോ. കാലിഫോർണിയയിൽ അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ തിരക്കാണല്ലോ. ഇവിടെ അങ്ങനെ തിരക്കില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബഫല്ലോ 64 മൈല്, അൽബാനി 342, ന്യൂയോർക്ക് 490. ന്യൂയോർക്ക് സിറ്റിയാണ് 490. ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് നമ്മളിപ്പോൾ മിക്കവാറും കടക്കും. നയാഗ്രയുടെ അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് 390, ഏകദേശം 400 മൈലുണ്ട്. ഫൈനലി നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം വരുന്നത് ബഫല്ലോ എന്ന് പറയുന്ന വലിയൊരു സിറ്റിയാണ്. അപ്പോൾ അത് ഇനിയൊരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ ബഫല്ലോ സിറ്റി പാസ് ചെയ്ത് പോകും. നയാഗ്ര ഫാൾസിലേക്ക് ഇനി 20 മൈലാണ് ദൂരമുള്ളൂ. 22 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. ഫുള്ള് കാഴ്ചകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഇവിടെ കണ്ടു തുടങ്ങിയത് ബഫല്ലോ സിറ്റിയായി. അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും കണ്ട ആ ഒരു കാട് പോലെയുള്ള ആ ഒരു ഭൂപ്രദേശം തന്നെയായിരുന്നു. വേറെ ഒന്നും കാണാനില്ലായിരുന്നു. സെയിം ആ ഒരു ഇത്. നയാഗ്ര ഫാൾസ് എക്സിറ്റ് 53, കാനഡ എക്സിറ്റ് 53. കാനഡയ്ക്കുള്ള എക്സിറ്റൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ബഫല്ലോ സിറ്റിയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ബിൽഡിംഗ് നമുക്ക് അവിടെ കാണാം. പിന്നെ ഇത് ഇത്തിരി ഓൾഡ് ടൗൺ പോലെയുണ്ട്. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ലുക്ക് കണ്ടിട്ട് വളരെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഭയങ്കര വലുപ്പമുള്ളൊരു സിറ്റിയും കൂടിയാണ് ബഫല്ലോ. പക്ഷെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണുമ്പോൾ വീടുകളൊക്കെ ഇവിടെ നിന്ന് ഒരു ഇത്തിരി ഓൾഡ് ലുക്ക് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ചെറിയൊരു റിവർ കണ്ടിരുന്നു, ബഫല്ലോ റിവർ എന്ന് പറഞ്ഞിട്ട്. വലിയൊരു ടവറുണ്ട്, ഭയങ്കര വലിയ ടവറാണ് അവിടെ കാണാം.
യെസ്, ഫൈനലി നമ്മൾ ബഫല്ലോ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വലിപ്പമുള്ള വലിയൊരു സിറ്റിയാണ് കേട്ടോ. ലോസ് ആഞ്ചൽസൊക്കെ പോലെ നമുക്കൊരു അത്രയും വലിപ്പമില്ല എങ്കിലും വളരെ ഫേമസ് ആണ്. വലിയ എയർപോർട്ടൊക്കെ ഉണ്ട്. അമേരിക്കയിലുള്ളവരൊക്കെ എല്ലാവരും വരും ഒക്കെ ചെയ്യുന്നൊരു എയർപോർട്ടാണ് ഈ ബഫല്ലോയിലെ എയർപോർട്ട് അല്ലേ. സിറ്റിയുടെ ഒരു തിരക്ക് നമുക്ക് കാണാം. ഇത്രയും ഒരു സ്റ്റേഡിയം നമുക്ക് അവിടെ കാണാം കേട്ടോ. നല്ല വലിപ്പമുള്ള സിറ്റി അല്ലേ. സമയം ഇപ്പോൾ രാത്രി 7:40 രാത്രിയല്ല, വൈകിട്ട്. പക്ഷെ എപ്പോഴും നല്ല സൺലൈറ്റ് ഉണ്ട്. ബഫല്ലോ സിറ്റിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നയാഗ്ര ഫാൾസിൻ്റെ ബോർഡ് കാണാം. ഒരു വലിയ ഓവർ ബ്രിഡ്ജ് നോക്കി, പൊന്നെ നോക്കിയിട്ടേ ബ്രിഡ്ജ് നോക്കി. ഇതാണ് നയാഗ്ര ഫാൾസിൻ്റെ ലേക്ക് ഈറി പിന്നെ ലേക്ക് ഒണ്ടാരിയോയും ഉണ്ട്. ഈ രണ്ട് ലേക്കിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന വാട്ടർഫാൾസാണ് നയാഗ്ര. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കാണെങ്കിലും ഏകദേശം ലേക്ക് ഈരി ഒരു 10,000 സ്ക്വയർ മൈലുണ്ട്. അതുപോലെ തന്നെ ലേക്ക് ഒണ്ടാരിയോ ആണെങ്കിൽ ഏകദേശം 7,000 സ്ക്വയർ മൈല് വ്യാപിച്ച് കിടക്കുന്നതാണ്. ഏകദേശം ഒരു കടലെന്ന് പറയാം. ഈ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ഒത്തിരി പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഈ ഒരു ലേക്കാണ് കേട്ടോ. ഇത് എവിടെ മുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കാഗോയിലുണ്ടായിരുന്നു. പിന്നെ മിഷിഗൻ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് വരുമ്പോൾ അത് നമുക്ക് ബ്ലോക്ക് ആവും. പിന്നെ മിഷിഗൻ, പിന്നെ ഒഹായോ കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ ലേക്ക് ഉണ്ട്. നമുക്ക് റോഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഏകദേശം അടുത്തുകൂടിയാണ് ഈ ലേക്ക് പോകുന്നത്. ഇപ്പോഴും നമ്മൾ ബഫല്ലോയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഫല്ലോ ഈസ് എ വെരി ബിഗ് സിറ്റി. പഴക്കം പോലെ പറയാൻ കാരണം നമ്മളിവിടെ കാണുന്ന ബിൽഡിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് കേട്ടോ. ഓൾഡ് സ്റ്റൈല് ബിൽഡിങ് പോലെയൊക്കെ തോന്നും. പിന്നെ ഈ ബ്രിഡ്ജൊക്കെ കണ്ടില്ലേ. അപ്പോൾ അവിടെ അന്ന് വെള്ളം തഴയുന്നേ, ലേക്കിൽ വെള്ളം തഴയുന്നുണ്ടായിരുന്നിട്ട് ആൾക്കാരെ മിസ്സായിപ്പോയി. ഫുള്ള് ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയൊരു സിറ്റിയുടെ സെൻറ്ററിൽ എത്തിയ ഒരു ഫീലാണ് നമുക്ക്. സിറ്റിയിൽ ചേർന്നുള്ള വീടുകളൊക്കെ പക്ഷെ ഒത്തിരി ഉള്ളട്ടോ. അതായത് അത്രയ്ക്കും പുരാതനമായ ഒരു സിറ്റിയാണ് ബഫല്ലോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സിറ്റി ഇങ്ങോട്ടേക്കും ഉണ്ട്, അതുണ്ടല്ലേ, അവിടെയുണ്ട് സിറ്റി. അങ്ങോട്ടേക്കൊക്കെ നോക്കി, ഇവിടെ നോക്കി. അപ്പം ഇനി നയാഗ്ര ഫാൾസ് വരെ ഇതുപോലെ തിരക്കായിരിക്കുമോ അല്ലേ? എന്ത് വലിയ റോഡുകളൊക്കെയാ. നമ്മൾ വിചാരിച്ച മറ്റേ ഫോറസ്റ്റ് ഏരിയയൊക്കെ ആകുമ്പോൾ ഇനി ഇത്രയും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ. ഭയങ്കര വലിയൊരു പാലം കേട്ടോ. ലോസ് ആഞ്ചൽസിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ പാലം. നമ്മൾ വെൽക്കം സെൻറ്റർ വെസ്റ്റേൺ ന്യൂയോർക്ക്, നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറാൻ പോകണം കേട്ടോ. നയാഗ്ര റിവറാണ് ഈ കാണുന്നത്. നമ്മൾ കാനഡയിലേക്ക് വല്ലതും കയറി പോവോ? വഴി മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ. 0.9 മൈലിൽ നമുക്ക് റൈറ്റ് തിരിയാനുണ്ട്. യെസ്, നയാഗ്ര റിവർ. ഇതിപ്പോൾ നയാഗ്ര വെള്ളം വന്ന് ചാടുന്ന റിവറായിരിക്കട്ടെ കാണുന്നത്. നയാഗ്ര. യെസ്, ദൂരെ കാണുന്ന ബിൽഡിംഗ് മിക്കവാറും കാനഡ ആയിരിക്കട്ടെ. അതായത് ദൂരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അത് കാനഡയുടെ ബിൽഡിങ്ങുകളായിരിക്കും. യെസ്, നമുക്ക് ആദ്യം തന്നെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. നയാഗ്ര ഫാൾസ് 6 മൈൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വേറെയും ഇഷ്ടംപോലെ വഴികളുണ്ടാവും. അയൽവാസികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ, വീടുകൾ ഒക്കെ ആട്ടെ കാണുന്നത്. നയാഗ്ര പഞ്ചായത്തിലെ ആൾക്കാർ. നയാഗ്ര സ്പീഡ് വേ ഗ്യാസ് സ്റ്റേഷൻ. നല്ല രസമാട്ടോ. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, പച്ചപ്പ്. ഫോർ ലീസ് ബൈ ഓണർ. ആരെങ്കിലും ലീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇതാ അവിടെ ഒരു കുട്ടികളുടെ പാർക്ക് പോലെയുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ
ഇവിടെ ഒരു സ്റ്റേ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നയാഗ്രയിൽ വന്നിരിക്കുന്നത് KOAയിലേക്ക് ആണ്. KOAയിൽ നമുക്ക് ടെൻറ്റ് ക്യാമ്പിങ്ങിനുള്ള സ്പേസ് കിട്ടുമെന്ന് നോക്കാം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ കിട്ടുവാണില്ല. ഓ അടിപൊളി കോമ്പൗണ്ട് കേട്ടോ, സൂപ്പർ. അപ്പം നമ്മൾ നയാഗ്രയുടെ നാട്ടിലെത്തി. ഇനി ആദ്യം നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു റൂം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കിടക്കാനുള്ള സൗകര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി നയാഗ്ര കാഴ്ചകളിലേക്ക് പോകാം. യെസ്, ഫൈനലി നമ്മൾ നയാഗ്രയിലെത്തി. നയാഗ്ര വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയി. കാരണം നമ്മൾ ആദ്യം തന്നെ നമുക്ക് താമസിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ താമസിക്കാൻ ഏറ്റവും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ക്യാമ്പിംഗ് തന്നെ തിരഞ്ഞെടുത്തു. ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. നമ്മളെല്ലാവരും കുട്ടികളും എല്ലാവരുമായിട്ട് ഒരു റൂമിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലവഴിച്ച് പോകും. അപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മൾ മുമ്പ് ക്യാമ്പിങ് ചെയ്തിട്ടുള്ള KOAയുടെ നയാഗ്രയിലുള്ള ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മളൊരു സ്പേസ് കിട്ടി. നമുക്ക് നല്ല അടിപൊളി ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ എല്ലാവരും ഇതാണ് നമ്മുടെ ക്യാമ്പിങ്. യേസ്, എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പിംഗ് ഏരിയ? റോഷി ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ടോ? ഇതെന്തത്? ചിക്കൻ. ഓ അടിപൊളി ചിക്കൻ. വേറെന്താ? ബിരിയാണി. എൻ്റെ പൊന്നെ, ചൂട് വരുന്നുണ്ടോ? ഇതിപ്പോൾ തന്നെ തീരും. പാപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കണം. സമയം ഇപ്പോൾ ഇവിടെ സമയം എത്രയായി? ഒരു 11 മണിയായിട്ടുണ്ട് അവിടെ രാത്രി. നല്ല അടിപൊളി ക്യാമ്പ് സൈറ്റാണ്. നമ്മൾ ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് കണ്ടില്ലേ, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതാ ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കണ്ടോ. ഒരു ടെൻറ്റ്, സെക്കൻഡ് ടെൻറ്റ്, തേർഡ് ടെൻറ്റ്. പിന്നെ ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ അടിപൊളിയാണ്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുമായിരുന്നുണ്ട് ഇത്ര നേരം. അതിൻ്റെ സമയം പോയി, അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ കനോപ്പി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്കിനി ഏതായാലും ഭക്ഷണം കഴിക്കാം. അതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി നാളെ ഇവിടുത്തെ ബാക്കിയുള്ള ഏരിയകൾ കാണിച്ചാൽ ഒരു രക്ഷയില്ല. ഈ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ KOAയിൽ പോയിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് KOA ക്യാമ്പ് സൈറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനി ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ ചൊവ്വാഴ്ചത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജൂലൈ 1 നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ജൂലൈ 1 രാത്രി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറഞ്ഞേക്കേ. യേസ്. അപ്പോൾ നമ്മുടെ നയാഗ്ര എക്സ്പ്ലോറിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ബൈ ബൈ, ടേക്ക് കെയർ.